നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അമേരിക്കയിലുള്ള വിദേശ വിദ്യാർത്ഥികളുടെ വിസ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കുന്ന നടപടി വ്യാപിപ്പിക്കുകയാണ് ഭരണകൂടം. മഫ്തിയിലെത്തുന്ന ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തെരുവിൽ വെച്ചും മറ്റും വിദ്യാർത്ഥികളെ പിടികൂടുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. തീവ്രവാദ കുറ്റം ചുമത്തിയാണ് വിസ റദ്ദാക്കൽ നടപടി സ്വീകരിക്കുന്നത്. ഏതാണ്ട് 29 സംസ്ഥാനങ്ങളിൽ ഈ നടപടി തുടരുന്നുണ്ട്. പലസ്തീനെ പിന്തുണച്ച് പ്രതിഷേധിച്ച ആളുകൾ, മുൻപ് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ, പൊളിറ്റിക്കൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉള്ളവർ എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ വലിയ കുടിയേറ്റ നിയന്ത്രണത്തിന്റെയും നാടുകടത്തൽ നയത്തിന്റെയും ഭാഗമായാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ഇമിഗ്രേഷൻ അഭിഭാഷകരും നയവിദഗ്ധരും പറയുന്നുണ്ട്. എല്ലാ സ്റ്റാറ്റസുകളിലുമുള്ള കുടിയേറ്റക്കാരെയും സൂക്ഷ്മമായി പരിശോധിച്ച് വരികയാണ് അധികൃതർ. ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും F1, J1 വിസകളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പഠിക്കുന്നവരാണ്. F1 വിസ പൗരന്മാരല്ലാത്തവർക്ക് അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുഴുവൻ സമയ വിദ്യാർത്ഥികളായി US പ്രവേശിക്കാൻ അനുമതി നൽകുന്നുണ്ട്. ആ വിസകൾക്ക് യോഗ്യത നേടുന്നതിന് ആളുകൾ ICEയുടെ അംഗീകാരം, ഇംഗ്ലീഷിൽ പ്രാവീണ്യം, അവരുടെ മുഴുവൻ പഠന കോഴ്സുകൾക്ക് ആവശ്യമായ ഫണ്ട് എന്നിവയുൾപ്പെടെയുള്ള ചില മാനദണ്ഡങ്ങൾ പാലിക്കണം. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഗവേഷകർക്കും മറ്റ് സ്പെഷ്യലിസ്റ്റുകൾക്കും ലഭ്യമായ J1 വിസ പഠിക്കുന്നതിനോ ഗവേഷണം നടത്തുന്നതിനോ പരിശീലനം നേടുന്നതിനോ ഉള്ള അംഗീകൃത പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ ആളുകളെ അനുവദിക്കുന്നുണ്ട്. അവരുടെ പ്രോഗ്രാമുകൾ പൂർത്തിയായതിനു ശേഷം 30 ദിവസത്തിനുള്ളിൽ അവരവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങേണ്ടതുമാണ്. ഹാർവാർഡ്, സ്റ്റാൻഫോർഡ്, കൊളംബിയ തുടങ്ങിയ സ്കൂളുകളിൽ തങ്ങളുടെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കുകയാണെന്ന് പറയുമ്പോൾ കുടിയേറ്റം കുറയ്ക്കുന്നതിനുള്ള വലിയ പദ്ധതിയുടെ ഭാഗമാണിതെന്നാണ് അഭിഭാഷകർ പറയുന്നത്.